പ്രിയ സ്നേഹിതരെ, കാൽവരിയിൽ യേശുവിങ്ങനെ കുരിശിൽ മരണം കാത്ത് കിടക്കുമ്പോൾ അവൻ്റെ അമ്മ മേരിയും അടുത്തുണ്ടായിരുന്നു. ക്ലോപ്പസിൻ്റെ ഭാര്യ മേരിയും മഗ്ദലന മേരിയും ഒപ്പം പ്രിയ ശിഷ്യൻ യോഹന്നാനും കൂടി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അമ്മ മേരി വാർദ്ധക്യത്തോട് അടുത്തിരിക്കുക. ഭൂമിയിൽ ഏക ആശ്രയമായിരുന്നവൻ വിട പറയുന്ന തീവ്രവേദനയിലാണവൾ. ഒരു വിധവ കൂടിയാണവൾ. ജീവിത പങ്കാളി അച്ഛനായ ജോസഫ് കാലങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടിരിക്കുന്നു. മേരി ഇപ്പോൾ ഏകയും വിധവയും വൃദ്ധയുമായിരിക്കുന്നു. ശത്രുക്കൾ മകനെ ക്രൂരമായി പ്രഹരിക്കുമ്പോൾ വേദനിക്കുന്നത് അവളുടെ നെഞ്ചില. കരപാദങ്ങളിൽ ആണി തറച്ചപ്പോൾ മുറിവേറ്റത് അവളുടെ മനസ്സില. തൻ്റെ ഏക മകൻ്റെ മുഖത്ത് അടിച്ചപ്പോൾ, തുപ്പിയപ്പോൾ, വസ്ത്രം കീറിയപ്പോൾ, നഗ്നനാക്കിയപ്പോൾ, പരിഹസിച്ചപ്പോൾ, മരണത്തോളം പീഡകളോട് അവൻ കടന്നുപോയപ്പോഴൊക്കെ ആ അമ്മ നിസ്സഹായായി നോക്കി നിൽക്കുകയായിരുന്നു. അവൻ മരണത്തോടടുക്കും തോറും അവളുടെ തീവ്രവേദന കൂടിക്കൂടി വരികയായിരുന്നു. പെട്ടെന്ന് കുരിശിക്കിടന്ന മകൻ അരുളി ചെയ്തത്, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം പ്രിയ ശിഷ്യൻ യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. ബൈബിൾ പറയുന്നത് അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചുവെന്ന. ഒരാ മരണനിമിഷം പറയുന്നത് അത് അവൻ്റെ അവസാനത്തെ ആഗ്രഹമാണ്. ഹിസ് ഓൺ ലാസ്റ്റ് വിൽ ആൻഡ് ടെസ്റ്റ്മെൻറ്റ്. കഠോരമായ വേദനാനുഭവം കൊണ്ട് കടന്നു പോകുന്ന നിമിഷവും ക്രിസ്തു എന്തിനാണ് ഇങ്ങനെയൊരു ആഗ്രഹം പ്രകടിപ്പിച്ചത്? ആ മരണനിമിഷം ഒരു മകനെന്ന നിലയിൽ ക്രിസ്തു തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വവും പാവനമായ കടമയും നിർവഹിക്കുകയായിരുന്നു. തൻ്റെ ഒരിക്കലും ഒറ്റക്കാകരുതെന്നും എപ്പോഴും സുരക്ഷിതയായിരിക്കണമെന്നും ഉറപ്പിച്ചിട്ട് ആ മകൻ മരണത്തിലേക്ക് കടന്നു പോയത്. അവനൊരു യഹൂദന, ദൈവകൽപ്പന പാലിച്ച് വളർന്ന മകനാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന 5-ാം കൽപ്പന അനുസരിച്ചവനാ. മരിക്കാൻ ഇനി ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ. അമ്മയ്ക്ക് കൊടുക്കാൻ പണമോ കൂടെയായിരിക്കുവാൻ സമയവുമേ ഇല്ല. എങ്കിലും അവൾ തനിച്ചാകരുതെന്നും തുണയുണ്ടാകണമെന്ന് ഉറപ്പിക്കണമായിരുന്നു അവനെ. അങ്ങനെ അവൻ നമുക്കൊരു മാതൃക നൽകുന്നു. ഒരുപക്ഷെ നിങ്ങൾ ലോകത്തെ സമുദ്ധരിക്കുവാൻ നെട്ടോട്ടം ഓടുകയായിരിക്കാം. സുവിശേഷ വേലയ്ക്കായി ലോകത്തിൻ്റെ അതിർത്തിയോളം സഞ്ചരിക്കുന്നവരായിരിക്കാം. ഏറ്റവും പാവനമായ സമർപ്പണ വഴിയോടെ ധന്യത ജീവിക്കുന്നവരായിരിക്കാം. എങ്കിലും മാതാപിതാക്കളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാവില്ലെന്നേ. ഇന്നോ നാളെയോ ഒരിക്കൽ പോലുമോ ആ കടമകൾ വിസ്മരിക്കാനുമാവില്ല. ക്രിസ്തു തൻ്റെ അവസാന മണിക്കൂറുകളിൽ ഉത്കണ്ഠപ്പെട്ടത് തന്നെക്കുറിച്ചല്ല, സ്വന്തം അമ്മയെക്കുറിച്ചാണ്. അവൻ തൻ്റെ മരണനിമിഷം അതോർത്തുവെങ്കിൽ നമ്മൾ ഒരിക്കലും മറക്കരുത്. ആമേൻ.